ഫാദർ ജോർജ് തടത്തിൽ വത്തിക്കാനിലെ മലയാളി പുരോഹിതനാണ് ഇദ്ദേഹം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ ആഗോള പ്രചാരകൻ. തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന് ശേഷം അതേ പാതയിൽ സഞ്ചരിച്ച ഏക മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുവെന്ന് ഫാദർ തടത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 16 വയസ്സിൽ പയ്യന്നൂർ ഏഴിമലയിലെ ശ്രീനാരായണാശ്രമം സന്ദർശിച്ചതോടെയാണ് ഫാദർ തടത്തിൽ ഗുരുദേവ ദർശനത്തിൽ ആകൃഷ്ടനായത്. 16-ാം വയസ്സിൽ പയ്യന്നൂർ ഏഴിമലയിലെ ശ്രീനാരായണ ആശ്രമം സന്ദർശിച്ചതോടെയാണ് ഫാദർ തടത്തിൽ ഗുരുദേവ ദർശനത്തിൽ ആകൃഷ്ടനായത്. ജ്യേഷ്ഠൻ പി ലൂക്കോസിനെ ജോലിസ്ഥലത്ത് കാണാനുള്ള അവധിക്കാല യാത്രയിലായിരുന്നു സന്ദർശനം. ആശ്രമ പ്രസിദ്ധീകരണമായ ഗുരുസന്ദേശം മാസികയിൽ നിന്ന് ഗുരുവിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചു. ആശ്രമത്തിലെ വിദേശ സന്യാസി സ്വാമി മിക്കിൽ നിന്ന് നടരാജ ഗുരുവിനെ കുറിച്ച് പഠിച്ചു. 1996-ൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എംഫിലിന് തിരഞ്ഞെടുത്ത വിഷയം ദ മേക്കിംഗ് ഓഫ് എ ട്രഡിഷൻ, ദ വിഷൻ ഓഫ് നടരാജ ഗുരു എന്നായിരുന്നു. PhD ചെയ്തപ്പോൾ എ സ്റ്റഡി ഓഫ് ശ്രീനാരായണ ഗുരു മൂവ്മെന്റ് ഇൻ ദ ലിറ്ററേച്ചർ ഓഫ് നിത്യചൈതന്യ യതി വിഷയമാക്കി. യതിയെ പരിചയപ്പെടാൻ അദ്ദേഹം ഗുരുകുലത്തിലെത്തി. പലതവണ താമസിക്കാനും അവസരം ലഭിച്ചത് ഏറെ സ്വാധീനിച്ചു. 1920കളിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ കുടുംബത്തിൽ 1963ലാണ് ഫാദർ തടത്തിൽ ജനിച്ചത്. പിതാവ് പരേതനായ എബ്രഹാം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മാതാവ് പരേതിയായ ത്രേസ്യാമ്മ. വത്തിക്കാൻ ഡോൺ ബോസ്കോ ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ഉന്നത വിദ്യാഭ്യാസ വിഭാഗം തലവനുമാണ് ഫാദർ തടത്തിൽ. 23 വർഷം ഡാർജിലിംഗ് സലേഷ്യൻ കോളേജ് പ്രിൻസിപ്പലായിരുന്നു. 2023ലാണ് സഭ വത്തിക്കാനിലേക്ക് നിയോഗിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം നേപ്പാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ഗുരുദേവ ദർശനം അടിസ്ഥാനമാക്കി ഒട്ടനവധി പ്രബന്ധങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. ഏകലോക മാനവികത ഏറ്റവും മഹത്തരമായ സന്ദേശമെന്ന് വിദേശ സർവകലാശാലകളിലടക്കം പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ എന്നിവരുടെ മതസൗഹാർദ്ദ സന്ദേശങ്ങൾ പ്രമേയമാക്കി പുതിയ പുസ്തകത്തിന്റെ രചനയിലാണ് അദ്ദേഹം. ഗുരുവിന്റെ കൃതികൾ കേരളത്തിന്റെ ഭഗവത്ഗീതയാണെന്നും ഫാദർ തടത്തിൽ പറഞ്ഞു.